ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 3 ചേരുവ വെച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണെന്ന്. നമ്മളെ വീട്ടിലുണ്ടാവുന്ന വെറും 3 ചേരുവ മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്വീറ്റ് എന്ന് പറയാം. നമുക്കിത് ചൂടോടെയും തണുപ്പിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്വീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് ഫസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലോ അലുമിനിയോ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലുള്ള പാത്രം ആവണമെന്നുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ചൊരു ഷുഗർ സിറപ്പ് ഒന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കൂടി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത് കപ്പ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കേകി കളയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ കേകി അരിപ്പയിലൂടെ അരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളവർ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം. ഇനി അല്ലാതെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവർ കൺസിസ്റ്റൻസിയിലല്ല ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ചൊരു കട്ടി കുറച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു കട്ടി കുറയുന്നത് നന്നായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അതുപോലെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി നമുക്കൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ അല്ലെങ്കിൽ 1.5 ഗ്ലാസ് കപ്പയാണ് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കേക്ക് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു കട്ടി കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പാൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ഫ്ലേവറോ അല്ലെങ്കിൽ വാനില എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്നും ചേർക്കാത്തത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ പാത്രം ഇഡ്ഡലി ചെമ്പിലൊക്കെ പറ്റുന്ന ഒരു പാത്രമാണെങ്കിൽ അതിൽ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് മിനിമം എന്തായാലും എടുക്കും കേട്ടോ. കാരണം നമ്മൾ കപ്പ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക സെറ്റായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂർ വരെയെങ്കിലും എടുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പൻ്റെ ടേസ്റ്റ് നമ്മൾ കപ്പൊക്കെ വെച്ചിട്ട് പുഡിങ്ങൊക്കെ ചെയ്യാറുണ്ട്, പായസമൊക്കെ ചെയ്യാറുണ്ട്. ഏകദേശം അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ ഇതുപോലെ കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ബോക്സിലൊക്കെ റിവ്യൂ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.